ഹലോ ഗൈസ്, റൂഷിമ സെലിൻ ഫ്രം കാസ് ഗരാജ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലേക്ക് അലോട്ട് ആയിട്ടുള്ള 55 വെഹിക്കിൾസിൽ 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ അത് ഫുള്ളും സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. അതും സെലിബ്രിറ്റീസ് ആണ് കൂടുതൽ ഈ വെഹിക്കിൾ എടുത്തിരിക്കുന്നത്. പിന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ യൂറോപ്യൻ സ്പെക്ക് വെച്ചിട്ട് കംപ്ലീറ്റ്ലി CBU യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. ദ വെഹിക്കിൾ ഈസ് നൺ അതർ ദാൻ Volkswagen Golf GTI. ഗോൾഫ് GTI ഇറങ്ങിയെങ്കിലും കേരളത്തിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ 2024 ഇറങ്ങിയ മാർക്ക് 8 ആണ്. ഗോൾഫ് GTI ഇറങ്ങിയപ്പോൾ തുടങ്ങിയുള്ള ഈ ഒരു സിഗ്നേച്ചർ റെഡ് സ്ട്രിപ്സ് കൂടാണ്ട് നമുക്ക് LED സ്ട്രിപ്പും അതിന്റെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു സ്ട്രിപ്പ് നേരെ നമ്മുടെ മെട്രിക്സ് ഹെഡ്ലാമ്പ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഫോക്സ്വാഗന്റെ എംബ്ലം വരുമ്പോഴേക്കും അതിലും നമുക്ക് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രിൽസ് വരുമ്പോഴേക്കും ഹണികോം ഡിസൈൻ ആണ് നമുക്ക് വരുന്നത്. അത് കൂടാണ്ട് നമ്മുടെ ഫോഗ് ലാംപ്സും ഈ ഒരു ഹണികോം ഡിസൈനിനുള്ളിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഫ്രണ്ടിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ 2 അഡാസിന്റെ റഡാറും സെൻസേഴ്സും നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മുടെ ഇൻഡിക്കേറ്റർ വരുമ്പോഴേക്കും ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ് നമുക്ക് വരുന്നത്. നമ്മുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് വിത്ത് റെഡ് കാലിപ്പേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ സൈസ് 225 ആണ് വരുന്നത്. ഇത്തരം പെർഫോമൻസ് വെഹിക്കിളിന് അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രൊഫൈൽ നമുക്ക് കീപ്പ് ചെയ്തേക്കുന്നത്. നമ്മുടെ സസ്പെൻഷൻ വരുമ്പോഴേക്കും ഇൻഡിവിജ്വൽ സസ്പെൻഷൻസ് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. മാക്സിമം സ്റ്റെബിലിറ്റിക്കും പെർഫോമൻസിനും വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ORVM നോക്കുമ്പോഴേക്കും ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് റിമോട്ട് ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫോൾഡ് ആയിക്കോളും. ഓട്ടോ ഫോൾഡ് ഫെസിലിറ്റിയും കൂടി ഉള്ളത് കാരണം നമുക്കത് ഈസി ആക്സസ് ആണ് തന്നെ. നമ്മുടെ റൂഫ് വരുമ്പോഴേക്കും ബ്ലാക്ക് ആണ് ഫിനിഷ് വന്നേക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു സൺ റൂഫും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം വിസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ വെഹിക്കിളിന്റെ മാക്സിമം ലെങ്ത് മനസ്സിലാവുന്നത്. 4.29 നമുക്ക് ലെങ്ത് വരുന്നുണ്ട് വണ്ടിക്ക്. അത് കൂടാണ്ട് ഇതൊരു ലോ സ്റ്റാൻസ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസും സ്റ്റെബിലിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴേക്കും 143 mm വരുന്നുള്ളൂ. നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. അത് കൂടാണ്ട് ഇന്റഗ്രേറ്റഡ് സ്പോയിലേഴ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ ഹൈ മൗണ്ട് ആയിട്ടുള്ള നമുക്ക് സ്റ്റോപ്പ് ലാംപ്സും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടിൻഡഡ് വിൻഷീൽഡ് ആണ് ബാക്കിൽ കാണുന്നത്. അതിൽ ഡിഫോഗൽ ലൈൻസും നമുക്ക് അവൈലബിൾ ആണ്. വൈപ്പറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് IQ ലൈറ്റ്സ് ആണ് വരുന്നത്. അതായത് നമ്മുടെ ഈ വെട്ടത്തിന്റെ ഇതനുസരിച്ചിട്ട് ഇതിന്റെ ഇന്റൻസിറ്റി, ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറേയും കൂടെ ചെയ്തിരിക്കും. ഇപ്പൊ നമ്മള് ഫ്രണ്ടിലത്തെ ലൈറ്റിന്റെ പോലെ കണ്ട പോലെ ഇപ്പൊ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അത് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഈ IQ ലൈറ്റ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറെ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇങ്ങനെ ഒന്ന് ബൂട്ട് തുറക്കണമെന്ന്. നമുക്ക് പോളോയിലും പെസാറ്റിലും ഉണ്ടായിരുന്ന പോലെ ഇങ്ങനെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് വേറെ ഫോക്സ്വാഗന്റെ വണ്ടികൾക്ക് ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ബൂട്ട് സ്പേസ് വരുമ്പോഴേക്കും 380 ലിറ്റേഴ്സ് വരുന്നുണ്ട്. വിത്ത് പാർസൽ ട്രേ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സെൻസേഴ്സ് ഇതിന്റെ താഴെയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഡ്യുവൽ വാൽവട്രോണിക് എക്സോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോഴേക്കും വാൽവ് ഓപ്പൺ ആവുന്നതാണ്. നമുക്ക് സ്റ്റിയറിംഗ് വരുമ്പോഴേക്കും ടെലസ്കോപ്പിക്കും അതേപോലെ തന്നെ ടിൽറ്റബിളും ആണ് നമുക്ക് വരുന്നത്. പിന്നെ വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ക്രൂസ് കൺട്രോൾ സ്വിച്ചസും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതേപോലെ വോയിസും കാര്യങ്ങളും റിഡ്യൂസ് ചെയ്യാനും കൂട്ടാനും ഇവിടെ നമുക്ക് സ്വിച്ച് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ക്ലസ്റ്റർ കൺട്രോൾസും നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റർ വരുന്നുണ്ട്. നമുക്കൊരു സ്പോർട്ടി ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് സെന്ററിൽ നമ്മുടെ ഫോക്സ്വാഗന്റെ ഒരു ഗ്രേഷ് കളറിൽ ഒരു ലോഗോയും കൂടി നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഈ GTIയുടെ ബാഡ്ജിങ്ങും അതേപോലെ ഈ റെഡ് ഫിനിഷും ആണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ റെഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വരുമ്പോഴേക്കും ഹീറ്റർ ഗ്രിപ്സ് ആണ് വരുന്നത്. അതെന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഒരു തണുപ്പ് സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, കൈ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്, ആ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഈ ഹീറ്റർ ഗ്രിപ്സ് വരുന്നത്. നമുക്ക് 10 ഇഞ്ചിന്റെ ക്ലസ്റ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് അഡാസിന്റെ ഇൻഫർമേഷനും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് കൂടാത്തതിന് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ ലൈറ്റിന്റെ സ്വിച്ചസും അവൈലബിൾ ആണ്. എല്ലാം ടച്ച് സ്വിച്ച് ആണ് വരുന്നത്.
നമുക്ക് മെട്രിക്സ് ലൈറ്റ്സ് ആണല്ലോ വരുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലൈറ്റ് സെൻസ് ചെയ്തിട്ട് ഡിം ആകുക അല്ലെങ്കിൽ ഹൈ ആകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്പോർട്സ് കാറിലുള്ള പോലത്തെ തന്നെ സീറ്റിംഗ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചിരുത്തുന്ന ഒരു മോഡലാണ് സീറ്റ് വരുന്നത്. സീറ്റിന്റെ ഡിസൈൻസ് എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഗോൾഫിലുള്ള പോലത്തെ ഡിസൈൻ പാനലാണ്. ടാർട്ടൻ പ്ലേറ്റ് സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ബാക്ക് സീറ്റിൽ വരുമ്പോഴേക്കും കയറി ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ സ്പേസും അതേപോലെ ഹെഡ് സ്പേസും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. രണ്ടുപേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന സ്പേസ് ആണ്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലെ എന്തെങ്കിലും സാധനം നമുക്ക് ഇവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ തുറന്നാൽ മതി. ഈ ഒരു പോർഷൻ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സീറ്റ്സ് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. അത് കൂടാണ്ട് നമുക്ക് ISO ഫിക്സ് 3 സീറ്റ്സിലും ഫ്രണ്ടിലെയും ബാക്കിലെയും സീറ്റ്സിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇന്റീരിയറിലേക്ക് കിടക്കുമ്പോഴേക്കും ഈ ഒരു വെഹിക്കിളിൽ ഗ്രേ ഫിനിഷ് ആണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കൂടാണ്ട് ഡാഷ്ബോർഡിന്റെ സെന്ററിലായിട്ട് നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷ് വരുന്നുണ്ട്. ആ ഒരു ഫിനിഷ് തന്നെ നമുക്ക് ഡോറിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്നത് കപ്പാസിറ്റീവ് ടച്ച് പാനൽസ് ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് വരുന്നതെന്ന് പറയുമ്പോഴേക്കും സ്റ്റിയറിംഗിലും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കൺസോളിലും ആണ് വരുന്നത്. നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുമ്പോഴേക്കും 11.5 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാ ഇൻഫോർമേഷനും കിട്ടുന്നതാണ്. നമുക്ക് AC കൺട്രോൾസ്, അതേപോലെ തന്നെ ഡ്രൈവ് മോഡ്സ്, പാർക്ക് അസിസ്റ്റ്, അതേപോലെ തന്നെ അഡാസിന്റെ സെറ്റിംഗ്സും ഇതെല്ലാം ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു GTIയുടെ തന്നെ റെഡ് ഫിനിഷ് ആണ് ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് ഫുള്ളും കാണാൻ പറ്റുന്നത്. റെഡ് ടച്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു കൺസോൾ സെന്റർ കൺസോൾ നോക്കുമ്പോഴേക്കും നമുക്ക് പിയാനോ ഫിനിഷ് ആണ് വരുന്നത്. വിത്ത് അലൂമിനിയം ഇൻസേർട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലൈറ്റ്നിങ് ആയിട്ടുള്ള ടൈപ്പ് ആണ് നമ്മുടെ ഈ ഇവിടുത്തെ USB പോർട്ട് കൊടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഗോൾഫിന്റെ ബാഡ്ജിങ് ആകെ നമുക്ക് ഈ ഒരു പോർഷനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഏകദേശം കീന്റെ ഒരു ഷേപ്പിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. പക്ഷെ ഇതിൽ നമുക്ക് എന്താ വെക്കേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഈ ഒരു സെന്റർ കൺസോളിലാണ് വരുന്നത്. പിന്നെ പാർക്കിംഗ് സ്വിച്ചും ഈ ഒരു സെന്റർ കൺസോളിലാണ് വരുന്നത്. പിന്നെ ഗിയർ നോബ് നമുക്ക് ഒരു ചെറിയൊരു പോർഷ്യയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്വിച്ച് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത്. ആ പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, കീ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ 12V ഒരു സോക്കറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഈ ഒരു ആംറെസ്റ്റിന്റെ അവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ എഞ്ചിൻ വരുമ്പോഴേക്കും ഫോക്സ്വാഗന്റെ ലെജൻഡറി ആയിട്ടുള്ള 2 ലിറ്ററിന്റെ TSI എഞ്ചിൻ ആണ് വരുന്നത്. മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴേക്കും 265 PS ആണ് നമുക്ക് വരുന്നത്. അതേപോലെ 370 Nm ടോർക്കും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ TSI എഞ്ചിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള DSG ട്രാൻസ്മിഷൻ, അതും 7 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. അതിച്ച് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു വെഹിക്കിളിന്റെ എഞ്ചിനും ട്രാൻസ്മിഷനും വരുന്നത്.